ഷാബു പ്രസാദ് കൂടി ചേരുന്നുണ്ട്. ഷാബു പ്രസാദ്, ഇതിൽ 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു, 9 മാസം കൊണ്ടടക്കം വിചാരണ നടപടികൾ അടക്കം പൂർത്തിയാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഈ കേസിലെ പ്രതികൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളും ആശങ്കയും ഒക്കെയാണ് കോടതിക്ക് മുന്നിൽ അറിയിച്ചത്. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാൻ കോടതി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ 15 പ്രതികളിൽ ആദ്യത്തെ 10 പ്രതികൾക്കടക്കം വധശിക്ഷ ലഭിച്ചേക്കാം, മറ്റു പ്രതികൾക്ക് ജീവപര്യന്തം എന്ന നിലയിലേക്കൊക്കെ മാറിയേക്കാം എന്ന് നേരത്തെ ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തുമ്പോൾ പോലും ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കോടതി അത്തരത്തിലൊന്നുമല്ല നിരീക്ഷിച്ചത്. എല്ലാവരും കുറ്റക്കാർ, ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കേണ്ടവർ എന്ന് തന്നെ വിലയിരുത്തുകയാണ് ഉണ്ടായത്. ശ്രീ ഷാബു പ്രസാദ്, ഞാൻ ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ പറഞ്ഞ പൂർണ്ണമായിട്ട് ഞാൻ കേട്ടില്ല എങ്കിലും എനിക്ക് മനസ്സിലായി. അതായത് ഈ കേസിലെ ഇപ്പം ഇതുവരെയുള്ള ചർച്ചകളിൽ നിന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലായത്, ഈ കേസിന്റെ ഒരു നാൾ വഴികൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്, തെളിവുകൾ എന്നുള്ളത് അത്രയേറെ ശക്തമായിരുന്നു. ദൃക്സാക്ഷികളായ ഭാര്യയും അമ്മയും മകളും ആ പ്രതികളെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. അതുപോലെ സൈബർ തെളിവുകള്, സാഹചര്യ തെളിവുകള് എല്ലാം വളരെ ശക്തമായിരുന്നു. അത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയുകയും ചെയ്തു. പിന്നെ വേറൊരു ചോദ്യം ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരുന്നത്, ഈ അപൂർവങ്ങളിൽ ഇതെങ്ങനെയാണ് അപൂർവങ്ങളിൽ അപൂർവമാവുക എന്നുള്ളത്. അത് ആ പരേതനായ ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയുടെയും അമ്മയുടെയൊക്കെ ആ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ് എങ്ങനെയാണ് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാവുക എന്നുള്ളത്. കാര്യം പിശാചുക്കൾ പോലും നാണിച്ചു പോകുന്ന പൈശാചികതയാണ് ഇവർ. കാര്യം അതിനാ വേറൊരു വാക്കവിടെ ഇല്ല. യാതൊരു ഒരു പ്രകോപം ഈ മനുഷ്യനെതിരെ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരു ലോയർക്കെതിരെ ഇത്ര വലിയ ഒരു ക്രൂരത വീട്ടിൽ കയറി കാണിച്ചത് തന്നെയാണ് ഇതിലെ അപൂർവങ്ങളിൽ അപൂർവം. മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം ഇതിന്റെ അകത്ത്, ഈ പ്രതികൾ എത്ര നിർഭയമായിട്ടാണ്, അവർ മുഖം മൂടിയിരുന്നില്ല, ഒന്നുമില്ല. ആ രാവിലെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, ആ പകൽ വെളിച്ചത്തില് ഒരു ധൈര്യമായിട്ട്, ഇത്ര ധൈര്യമായിട്ട് ഒരു വീട്ടിലേക്ക് കയറി വന്നവരത് ചെയ്തെങ്കിൽ അവരെത്രത്തോളം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെയും നമ്മുടെ നാടിന്റെ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെയും എത്രത്തോളം ഓപ്പണായിട്ടാണ് അവർ വെല്ലുവിളിച്ചത് എന്നുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ഒത്തുചേരുന്നുണ്ട്. അങ്ങനെയാണ് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി മാറുന്നത്. അങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ സംശയാതീതമായി എല്ലാം തെളിയിക്കപ്പെട്ട ഈ കേസിൽ കോടതിക്ക് ഇങ്ങനെയേ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ. ഇതിനപ്പുറം ഒരു തീരുമാനം എടുക്കാൻ, അതില്ലാത്തത് കൊണ്ടാകാം. ഇതിനപ്പുറം അതല്ലാതെ മറ്റൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അത്രമാത്രം ഫുൾ പ്രൂഫും അത്രമാത്രം കൃത്യവുമാണത്. പിന്നെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യ റൗണ്ട് ഞാൻ പറഞ്ഞിരുന്നു, പോലീസ് ഇവിടെ നടത്തിയത് വളരെ സ്തുത്യർഹമായ അവരുടെ കടമയാണ് അവർ നിർവഹിച്ചത്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ, ഒരു കോംപ്രമൈസും ഇല്ലാതെ അവർ കേസന്വേഷിച്ചു. കൃത്യമായ സമയത്ത് കുറ്റപത്രം സമർപ്പിച്ചു. ഒരു ദിവസം പോലും ആ പ്രതികൾക്ക് ജാമ്യത്തിൽ വരാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, അതായത് കാര്യം ഈ നമ്മുടെ ഈ നാട്ടില് മതഭീകരത എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഗ്രസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെയും കൂടി ഒരു തെളിവാണ്. അങ്ങനെ അതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്, ഒരു വലിയ സന്ദേശം കൂടിയാണ്. കാര്യം ആ കാലം കഴിഞ്ഞു, ഇനി ഈ നാട്ടിൽ അത് നടപ്പില്ല എന്ന വളരെ വ്യക്തമായ സന്ദേശമാണ് ഈ വിധിയിലൂടെ നീതിപീഠവും സർക്കാരും പോലീസും എല്ലാം നമ്മുടെ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. റൈറ്റ്.